എന്തുകൊണ്ടാണ് കോക്കുഷിബോയെ ഡീമൺ സ്ലെയറിലെ മോസ്റ്റ് ഡെഡ്ലിയസ്റ്റ് ഡീമണായി കണക്കാക്കപ്പെടുന്നത്? നമുക്ക് നോക്കാം. പോലറാണ്. നമുക്കറിയാം കോക്കുഷിബോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം തന്റെ സഹോദരനായ യൊരീച്ചിയെ മറികടന്ന് സ്ട്രോങ്ങസ്റ്റ് സ്പോർട്സ്മാൻ ആവുക എന്നതാണ്. അതിനി നൂറ്റാണ്ടുകൾ എടുത്താലും വേണ്ടിയില്ല എന്ന് കരുതിയിട്ടാണ് മുസാനോടൊപ്പം ചേരുന്നതും ഡീമണായി മാറുന്നതും. തന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനായി കോക്കുഷിബോ ചെയ്ത ക്രൂരകൃത്യങ്ങൾ ഒരു വേള മുസാനെ പോലും അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഡീമൺ സ്ലെയറിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്ന് ഭക്ഷിച്ചിട്ടുള്ളത് കോക്കുഷിബോ ആണ്. ഈവൻ മുസാൻ പോലും ഈ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് വരുന്നത്. എന്തിനേറെ മുസാനോടുള്ള തന്റെ ലോയൽറ്റി തെളിയിക്കാനായി ഉബുയഷിക്ക് ഫാമിലിയുള്ള ഒരു തലവന്റെ തല വെട്ടിയെടുത്ത് മുസാന് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഇത്രത്തോളം ക്രൂരതകൾ ചെയ്ത കോക്കുഷിബയെ ചെറിയ രീതിയിലെങ്കിലും മുസാൻ പേടിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ടാണല്ലോ മറ്റുള്ള ഡീമൺസിനെല്ലാം വെറും ഒരു അടിമകളായി കണ്ടപ്പോൾ കോക്കുഷിബയെ മാത്രം തന്റെ ഒരു ബിസിനസ് പാർട്ണർ ആയിട്ടാണ് മുസാൻ കണ്ടിരുന്നത്. കാരണം കോക്കുഷിബ എത്രത്തോളം ശക്തനാണെന്ന് മുസാന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നൂറ്റാണ്ടുകളോളം പരിശീലനം നടത്തിയിട്ടും യുരീച്ചിയുടെ 10% പോലും കോക്കുഷിബോക്ക് എത്താൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഗൈസ്? ബൈ ദ വൈ, ഡീമൺ സ്ലെയറിന്റെ പുതിയ മൂവിക്ക് ആരൊക്കെ പോകുന്നുണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും.